ഹായ് കൂട്ടുകാരെ, KFL LSS ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമുക്ക് സസ്യങ്ങളുടെ ഇലകളെക്കുറിച്ച് ചർച്ച ചെയ്യാം. സസ്യങ്ങളുടെ അടുക്കള എന്നാണ് ഇലകളെ വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ ആഹാരം പാചകം ചെയ്യുന്നത് അടുക്കളയിൽ നിന്നാണല്ലോ. അതുപോലെ സസ്യങ്ങൾ അവയുടെ ഇലകളിൽ വെച്ച് ക്ലോറോഫിൽ എന്ന കണത്തിൻ്റെ സഹായത്താൽ സൂര്യപ്രകാശവും ജലവും ലവണങ്ങളും ആഗിരണം ചെയ്ത് പ്രകാശ സംശ്ലേഷണം വഴി അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് വഴി ആഹാരം പാചകം ചെയ്യുന്നു. നമ്മുടെ ചുറ്റുപാടും കാണുന്ന സസ്യങ്ങളുടെ ഇലകളുടെ ആകൃതി, വലുപ്പം, നിറം എന്നിവയിൽ വ്യത്യാസമുള്ളതായി നമുക്ക് അറിയാം. സസ്യങ്ങളുടെ ഇലകളുടെ സിരകളിൽ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. സസ്യങ്ങളുടെ ഇലകളുടെ സിരകൾ പ്രധാനമായും രണ്ട് തരത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ഒന്ന് ജാലികാ സിരാവിന്യാസം, അതായത് റെട്ടിക്കുലേറ്റഡ് വീനേഷൻ. മറ്റൊന്ന് സമാന്തര സിരാവിന്യാസം, അതായത് പാരലൽ വീനേഷൻ. അങ്ങനെ സസ്യങ്ങളുടെ ഇലകളിലെ സിരാവിന്യാസത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം: ജാലികാ സിരാവിന്യാസവും സമാന്തര സിരാവിന്യാസവും. എന്താണ് ജാലികാ സിരാവിന്യാസം എന്ന് നമുക്ക് നോക്കാം. ഇലയുടെ അഗ്രഭാഗമായ ഇലഞ്ഞെട്ടിൽ നിന്ന് തുടങ്ങി അറ്റം വരെ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന സിരാവിന്യാസമാണ് ജാലികാ സിരാവിന്യാസം. സമാന്തര സിരാവിന്യാസത്തിൽ ഇലഞ്ഞെട്ടിൽ നിന്ന് തുടങ്ങി അറ്റം വരെ സിരകൾ സമാന്തരമായി വിന്യസിച്ചിരിക്കുന്നു. ഇവിടെ വലക്കണ്ണികൾ പോലെ സിരകൾ വിന്യസിച്ചിട്ടില്ല എന്നത് നമുക്ക് അറിയാം. പ്ലാവില, മാവില, ചാമ്പക്കയില എന്നിവ ജാലികാ സിരാവിന്യാസത്തിന് ഉദാഹരണങ്ങളാണെങ്കിൽ, വാഴയില, കവുങ്ങില, മുളയില എന്നിവ സമാന്തര സിരാവിന്യാസത്തിന് ഉദാഹരണങ്ങളാണ്.